സർ, ഇന്നിപ്പോൾ യുഎസ് വിപണി ഇന്നലെ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ യുഎസ് വിപണിയിലേക്ക് കടക്കുന്നില്ല. നേരെ നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ക്രൂഡിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് നിലനിരുന്ന ആ ഒരു നേട്ടം നേരിയ തോതിൽ ഇടിയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ബ്രന്റ് ക്രൂഡ് 0.18% ഇടിവിൽ ബാരലിന് 83.41 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ WTI ക്രൂഡിലേക്ക് വരുമ്പോൾ 0.1% വളരെ നേരിയൊരു നേട്ടം മാത്രം രേഖപ്പെടുത്തി 78.3 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2024 സപ്ലൈയിൽ അധികമായി നിലനിൽക്കും, അതായത് ഡിമാൻഡിൽ കാര്യമായിട്ടൊരു വർധന രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ 2024 ക്രൂഡിന്റെ സപ്ലൈ സെയിം ആയിട്ട് തന്നെ നിലനിൽക്കും എന്ന തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ക്രൂഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ എന്താണ്? അല്ല, ക്രൂഡിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി മാറിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. WTI ക്രൂഡിന്റെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് $80 റെസിസ്റ്റൻസ് ആയിരിക്കണം. മൈ എക്സ്പെക്ടേഷൻ വരും സെഷൻസിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ക്രൂഡ് ഓയിലിന്റെ വില $74 താഴോട്ട് പോയാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ പോകുന്നുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല അത് സംഭവിക്കുമെന്ന്. സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗോൾഡിൽ അതിന്റെ ഒരു 1 മന്ത് ലോയിൽ നിന്ന് തിരികെ കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 0.02% വളരെ നേരിയ ഒരു ഇടിവ് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ട്രൈ ഔൺസിന് 2028.95 എന്നൊരു നിലവാരമാണ് കാണാൻ സാധിക്കുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള വ്യൂ പോയിന്റ് എന്താണ്? അല്ല, സ്വർണത്തിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. അതായത് $240 ആയിരുന്നു അതിന്റെ മേജർ സപ്പോർട്ട്. സോ അതിനുശേഷം നമുക്ക് സ്വർണത്തിന്റെ വില $2000 വരെ ഇടിയുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചത്. അവിടെ നിന്നും ഒരു നേരിയ റിക്കവറിയും നടക്കുന്നുണ്ട്. ഈ ഒരു റിക്കവറി എനിക്ക് തോന്നുന്നില്ല $2040 റെസിസ്റ്റൻസ് ഇനി ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. സോ വി ഹാവ് ഗോട്ട് ടു വെയിറ്റ് ആൻഡ് വാച്ച്. നമ്മുടെ കൈവശം സ്വർണത്തിലെ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2000 സപ്പോർട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ സ്വർണത്തിലെ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ പുതിയൊരു സർവ്വകാല ഉയരം സൃഷ്ടിക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 22,186.65 എന്ന നിലവാരത്തിൽ. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 0.37% നേട്ടത്തോടു കൂടി 22,122.25 എന്നൊരു നിലവാരമാണ്. അത് 22,100 എന്നൊരു മാർക്കിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വ്യാപാരത്തിന്റെ അവസാന മണിക്കൂർ, പ്രത്യേകിച്ചും 2:30 മുതലുള്ള ഒരു സെഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു 22,200 ഒരു യാത്രയിൽ നിന്ന് തിരിച്ചൊരു സെൽ ഓഫ്, ശക്തമായിട്ടൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് സർ ഇന്ന് വാച്ച് ചെയ്യുന്ന ലെവലുകൾ എന്തൊക്കെയാണ്? ഇന്ന് ഈ ഒരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിന് ഒരു സാധ്യത സർ കാണുന്നുണ്ടോ? അല്ല, അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യമായിട്ട് കാണുമെന്ന്. ആൻഡ് അതിലേക്ക് അറിയാം ദാറ്റ് ഞാൻ കുറെ ആഴ്ചകളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഈ ഒരു മേജർ റെസിസ്റ്റൻസ് 22,150 ആയിരുന്നു. സോ നിഫ്റ്റി 50 ഇന്നലെ പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതോടെ ആ ഒരു ലെവലാണ് ഇപ്പൊ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വ്യാപാരം അവസാനിക്കുന്ന സമയത്ത് 22,122 വ്യാപാരം അവസാനിച്ചത്. ഇന്നും നാളെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 22,150 ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. നിഫ്റ്റി 50യുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും അതിൽ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ഗ്രാസിമില് നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. അതേപോലെ തന്നെ ബജാജ് ഫിനാൻസിലും ബജാജ് ഫിനാൻഷ്യൽ സർവീസസിലും നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. അതേസമയം എനിക്ക് വീണ്ടും വേറെ ഒത്തിരി മേജർ നിഫ്റ്റി ഹെവി വെയ്റ്റ്സിലെ ബൈയിങ് ബുള്ളിഷ് സെറ്റപ്സ് ഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തില് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC ഇതുപോലെയുള്ള മുതലായ FMCG സ്റ്റോക്സിൽ ഐ തിങ്ക് ദ ബെയറിഷ് സെൽ ഓഫ് അവസാനിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അതേസമയം നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിലൊക്കെ ആൻഡ് ഓൾസോ ടെക്നോളജി മേജേഴ്സ് ലൈക്ക് TCS, ഇൻഫോസിസ് എക്സെട്ര, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആൻഡ് ITCയുടെ കേസ് പറഞ്ഞു. അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് നാച്ചുറലി HDFC ബാങ്ക്.
സോ HDFC ബാങ്കിന് നിഫ്റ്റി 50-ൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ 3 സ്റ്റോക്സിലും ദ സെല്ലിംഗ് പ്രഷർ ഇനി നമ്മൾ കാണാൻ ഇടയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിലും ഇന്നലെ ഏകദേശം 150 പോയിന്റ്സിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 46,535.5 എന്നൊരു നിലവാരത്തിൽ തൊട്ട് മുന്നത്തെ ഒരു ക്ലോസിലും ഒരു 150 പോയിന്റ്സിലധികം നേട്ടം രേഖപ്പെടുത്താനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുമുണ്ട്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ 2 മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 47,200 പോയിന്റ്. നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ബട്ട് നമുക്ക് വാച്ച് ചെയ്തിരിക്കേണ്ടത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് it will be at the all-time high level, and all-time high level ഇപ്പോൾ നിലനിൽക്കുന്ന 48,636 പോയിന്റിലാണ്. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ നാച്ചുറലി 2 മേജർ ബാങ്കിങ് സ്റ്റോക്സ് ആണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, രണ്ടാമത്തെ HDFC ബാങ്ക്. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു നിഫ്റ്റി ബാങ്കിൻ സൂചിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും അധികം ഹെവി വെയിറ്റിൽ ഏറ്റവും അധികം നിഫ്റ്റിക്ക് സപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് ICICI ബാങ്കിന്റെ ഓഹരികളായിരുന്നു. 1.74% നേട്ടം രേഖപ്പെടുത്താനായിട്ട് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ ICICI ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 23 രേഖപ്പെടുത്തി 1059.4 എന്ന നിലവാരമാണ്. അതിനുശേഷം പിന്നെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ICICI ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ICICI ബാങ്കിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് അനില പറഞ്ഞതുപോലെ ജനുവരി 3-ാമത്തെ ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ 1 മാസം നീണ്ടു നിന്ന ഒരു കറക്ഷനാണ് കണ്ടത്. സോ ഇപ്പൊ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നത് ആ ഒരു കറക്ഷൻ അവസാനിക്കുന്നു എന്ന്. ആൻഡ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും സെഷൻസിൽ ICICI ബാങ്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ സാർ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്കിന്റെ മുന്നോട്ടേക്കുള്ള ഒരു യാത്രയിൽ SBI വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന്. ഇന്നലെ SBIയിൽ വീണ്ടും നമുക്കൊരു നേരിയ തോതിലൊരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 0.66% നേട്ടത്തിൽ 759.65 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ 774.6 എന്നൊരു നിലവാരമാണ്. SBIയുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഇതിന്റെ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? തുടരാനായിട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അനില സൂചിപ്പിച്ചതുപോലെ ഇതില് മിനിഞ്ഞാന്നത്തെ സെഷനിൽ ഇത് നമുക്ക് നൽകിയ പുതിയൊരു ഓൾ ടൈം ഹൈ 774.60. ഈ ഒരു ലെവല് തന്നെ ആയിരിക്കാം നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 785-ലും അതിനെ തുടർന്ന് 800-ലും അതിനെ തുടർന്ന് 820 രൂപയിലും ആയിരിക്കും ഇതിന്റെ റെസിസ്റ്റൻസസ്. യെസ് സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി IT-യിലേക്കാണ് സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നിഫ്റ്റി IT-യിൽ ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 0.3% ഇടിവിൽ 38,363.15 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി IT-യുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? നിഫ്റ്റി IT കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കൊരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഈ ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ ഒരു ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 38,600 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. നിഫ്റ്റി IT ഇൻഡെക്സിൽ അങ്ങനെ നമ്മളൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ നാളത്തെ ട്രേഡിംഗിൽ ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. TCSന്റെ കേസിൽ 4,150 രൂപയായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് TCSന്റെ കേസിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം.
നമ്മൾ അതേസമയം ഇൻഫോസിസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇൻഫോസിസിലെ ഒരു പുതിയ ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഒരു മേജർ റെസിസ്റ്റൻസ് ഇൻഫോസിസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 1690 രൂപയിലായിരിക്കും. വിപ്രോയുടെ കേസ് എടുക്കുമ്പോഴേക്കും വിപ്രോ ആയിരുന്നു ഒരു സ്റ്റാർ പെർഫോമർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡിസംബർ മാസത്തിന് ശേഷം. ബട്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ നമുക്ക് വിപ്രോയുടെ കേസിൽ ഒരു അല്പം പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ ഇടയുണ്ടായി. സോ വിപ്രോയുടെ കേസിൽ ഞാൻ ഇന്നൊരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. HCL ടെക്നോളജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ HCL ടെക്നോളജിയുടെ കേസിൽ അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ 1696 രൂപയായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ സർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് പ്രധാനപ്പെട്ട മെഗാ ക്യാപ് ഓഹരികളിലൊക്കെ ഒരു നേരിയ തോതിൽ ഒരു ബൈങ് ലിസ്റ്റ് വരണമെന്ന്. എന്നാൽ കൊഫോർജ് പോലെയുള്ള മിഡ് ക്യാപ് സ്പേസിലുള്ള ഓഹരി തുടർച്ചയായിട്ടൊരു നേട്ടം നൽകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും നിഫ്റ്റി IT സൂചിക ഇടിവിലേക്ക് പോയപ്പോൾ കൊഫോർജ് 1.17% നേട്ടം രേഖപ്പെടുത്തി 6743.1 എന്നൊരു നിലവാരത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൊഫോർജുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ പോയിന്റ് എന്താണ്? Extremely bullish. So Coforge in the case എടുക്കുമ്പോഴേക്കും it has been outperforming the IT index. And Coforge in the case കാര്യമായിട്ടൊരു റെസിസ്റ്റൻസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൊഫോർജിന്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 7030 അതിനെ തുടർന്ന് 7100 രൂപയിലും ആയിരിക്കും. സോ കൊഫോർജിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റൊരു സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് IT സ്റ്റോക്ക് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്നത് ഇറ്റ് ഇസ് എംഫസിസ്. എംഫസിസും കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. ആൻഡ് എംഫസിസിന്റെ കേസിൽ 2850 രൂപയായിരിക്കാം നമ്മൾ ഇന്നത്തെ ട്രേഡിംഗിൽ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ IT സ്പേസിൽ നിന്നുള്ള നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു ഓഹരിയാണ് ഇന്റലക്ട് ഡിസൈൻസ് എറീന ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ 1.56% ഇടിവിൽ 917 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരി ഒരു 50 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 8 രേഖപ്പെടുത്തിയ 1058 രൂപ എന്ന നിലവാരമാണ്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ളൊരു സെഷൻസിൽ ഈ ഒരു ഓഹരി ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്റലക്ട് ഡിസൈൻസ് അരീനയുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? സോ അണ്ടർടോൺ ഇന്റലക്ടിന്റെ കേസിലും വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഇന്റലക്ടിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 865 രൂപയായിരിക്കണം. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്കൊരു പുതിയ എൻട്രി ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 948 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 948ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഈ സ്റ്റോക്ക് തിരിച്ച് അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ 1058 രൂപ വരെയെങ്കിലും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ടെക്നോളജി സ്പേസിൽ ആക്ച്വലി എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക്, ഞാൻ ഇതിനു മുൻപും ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, വിച്ച് ഇസ് ടാറ്റ ടെക്നോളജി. ടാറ്റ ടെക്നോളജി ഡിസംബർ തുടക്കത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇൻഫാക്ട് നവംബർ 30 ആ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റ് ചെയ്ത ദിവസം തന്നെയായിരുന്നു ആ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ 1400 രൂപ. അതിനുശേഷം തുടർച്ചയായിട്ട് നമുക്ക് ടാറ്റ ടെക്നോളജിയുടെ കേസിൽ ഒരു സെല്ലിംഗ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഈ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ 1071 രൂപയിലായിരുന്നു അതിന്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്ക് 1071 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യത്തില്ല. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ലോങ് ടേമിന് വേണ്ടി ചേർക്കാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ നിഫ്റ്റിയിൽ ഏറ്റവും അധികം സപ്പോർട്ട് നൽകിയ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ഭാരതി എയർടെൽ ആയിരുന്നു. 2.31% നേട്ടത്തിൽ 736.9 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 50 വീക്ക് ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനുവരി 25 രേഖപ്പെടുത്തിയ 803.6 രൂപ എന്നൊരു നിലവാരമാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ ഒരു ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഭാരതി എയർടെൽ പ്രോഫിറ്റ് ബുക്കിംഗിന്റെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഒരു ഓഹരി ഇനി സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും. സോ ഭാരതി എയർടെൽ നാച്ചുറലി കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് നിഫ്റ്റിക്ക് നല്ല താങ്ങ് കൊടുക്കുന്ന ഒരു സ്റ്റോക്കാണ്.
ആൻഡ് ഹെൽത്തി ആയിട്ട് 2-3 തവണ കഴിഞ്ഞ 3 മാസത്തിനിടെ നമ്മളൊരു കറക്ഷൻ പ്രോഫിറ്റ് ബുക്കിംഗും കണ്ടിട്ടുണ്ട്. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിലെ ലാസ്റ്റ് ഫേസ് ഓഫ് ദി പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. സോ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1100 രൂപയായിരിക്കാം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ ലെവൽ 1200 രൂപ. സർ, ഏതായാലും പ്രേക്ഷകർ ധാരാളം ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ബിജി തമ്പി എന്ന പ്രേക്ഷകൻ NMDC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.08% നേട്ടത്തിൽ 247 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 50 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 15 രേഖപ്പെടുത്തിയ 252.4 എന്നൊരു നിലവാരമാണ്. NMDCയുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ എന്താണ്? NMDCക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് 248 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു ലെവലാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. അടുത്ത 248ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 ടാർഗറ്റ് സോൺസ് 260 അതിനെ തുടർന്ന് 270 രൂപയും. സർ, മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള ട്യൂബിൻ ചോദിച്ചിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ്. ഓഹരി ഇന്നലെ 1.59% നേട്ടത്തിൽ 852.6 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനുവരി 31 രേഖപ്പെടുത്തിയ 945 രൂപയാണ് ഓഹരിയുടെ 50 ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് ഇനിയൊരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ ഈ ഒരു ലെവൽസിൽ എടുക്കാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇത് ട്രേഡിങ്ങിന് വേണ്ടി അല്ല, ഒരു ലോങ് ടേം വ്യൂവിന് വേണ്ടിയാ. ആൻഡ് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 775 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യണം. ആൻഡ് നാച്ചുറലി ഓൾ ടൈം ഹൈ ലെവൽ 945 രൂപ തന്നെ ആയിരിക്കും ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇന്നലത്തെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിൽ നമുക്ക് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ ഇടയായി. നമ്മൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ 880 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഘട്ടത്തിലുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിച്ചു എന്ന് വിലയിരുത്താൻ സാധിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം മൂന്നാമത്തെ ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനി നമുക്ക് ഇന്നലെ ഒരു റിക്കവറി കാഴ്ചവെച്ചത് വാസ് മാസഗോൺ ഡോക്ക്. മാസഗോൺ ഡോക്കിന്റെ കേസിലും ജനുവരിക്ക് ശേഷം നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാസഗോൺ ഡോക്കിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2265 രൂപയായിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ അഗൈൻ ടേൺ ബുള്ളിഷ്. സർ, ബിനു എന്ന പ്രേക്ഷകൻ NBCC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 4.98% നേട്ടത്തിൽ 141.3 എന്നൊരു നിലവാരത്തിലാണ്. ഓഹരിയുടെ 50 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 5 രേഖപ്പെടുത്തിയ 176.85 എന്ന നിലവാരമാണ്. NBCCയുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ എന്താണ്? NBCCയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റേജിൽ എനിക്ക് ഇതിന്റെ ഒരു കറക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 160 അതിനെ തുടർന്ന് 175 ആൻഡ് അറ്റ് ദ സെയിം ടൈം സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 118 രൂപ. സർ, ബിജി തമ്പി എന്ന പ്രേക്ഷകൻ SJVN ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 4.23% നേട്ടത്തിൽ 125.6 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 50 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 5 രേഖപ്പെടുത്തിയ 170.5 എന്ന നിലവാരമാണ്. SJVNൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? SJVNന്റെ അണ്ടർടോൺ അഗൈൻ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ആൻഡ് സ്റ്റോക്ക് 99 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഒരു ലോ റിസ്ക് ആയിട്ട് പുതിയൊരു ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല.
നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ലെവൽ. ആദ്യത്തെ 140, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 160 രൂപയും. യെസ് സർ. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനാണ് തോമസ് ജോൺ, ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ റിവ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 4.98% നേട്ടത്തിൽ 209.75 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 53 ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 5-ന് രേഖപ്പെടുത്തിയ 247.25 എന്ന നിലവാരമാണ്. TFCI ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ റിവ്യൂ എന്താണ്? സോ അണ്ടർടോൺ അഗെയിൻ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു ഷെയറിന് 175 രൂപയിൽ വളരെ മേജർ ഒരു സപ്പോർട്ടും ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല 175ന്റെ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഇന്നലെ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ച ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ആൻഡ് ഈ സ്റ്റോക്ക് ഐ തിങ്ക് ഇറ്റ് ക്ലോസ് അറ്റ് ദ അപ്പർ സർക്യൂട്ട് ലെവൽ. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. 2 മേജർ റെസിസ്റ്റൻസസ് കാണുന്നത് 220, അതിനെ തുടർന്ന് 240. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 190. 190ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് മേജർ സപ്പോർട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 175 രൂപയിലായിരിക്കും. യെസ് സർ. അനീഷ് എന്ന പ്രേക്ഷകൻ IDFC ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.78% ഇടിവിൽ 82.2 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 50 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 5-ാം തീയതി രേഖപ്പെടുത്തിയ 100.7 രൂപ എന്നൊരു നിലവാരമാണ്. IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ എന്താണ്? So IDFC First Bank in unfortunately long and short term trend at the moment bearish ആയിട്ടാണ് കാണുന്നത്. സോ കഴിഞ്ഞ 4 സെഷൻസിൽ നമുക്ക് അല്പം ഷോർട്ട് കവറിങ് കാണാൻ സാധിച്ചിരുന്നു. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ അടുത്ത 3 സെഷൻസിൽ സ്റ്റോക്കിന് 80 രൂപയുടെ സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്നാണ്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു നല്ല ബേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഒരു ബേസിൽ നിന്നും സ്റ്റോക്കിന് റിക്കവറി നടത്താനും സാധിക്കും. സോ ഇന്നത്തെ ട്രേഡിംഗിൽ ലോങ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുക. ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. യെസ് സർ. അജി ഹസൻ എന്ന പ്രേക്ഷകൻ IRFCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2.16% നേട്ടത്തിൽ 158.8 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 53 ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനുവരി 23-ന് രേഖപ്പെടുത്തിയ 192.8 എന്ന നിലവാരമാണ്. IRFCയുമായി ബന്ധപ്പെട്ട് സാറിൻ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ IRFCയുടെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ NBCC, SJVN, NHPC മുതലായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റോക്സിന് അതേ സെയിം പാറ്റേൺ, സെയിം ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. IRFCയുടെ കേസിൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ 192 രൂപ 80 പൈസയിലായിരുന്നു അതിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ഓൾമോസ്റ്റ് 3-4 വീക്സ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ കേസിൽ നല്ലൊരു മേജർ സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിരിക്കുക 128 രൂപയല്ല. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും ഈ ഒരു ലെവൽസിൽ എനിക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2 മേജർ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 180, അതിനെ തുടർന്ന് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 192 രൂപ 80 പൈസയിൽ. സർ, ഏതായാലും സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ഒരു ട്രേഡിംഗിൽ സാറിന്റെ ഫോക്കസ് ഉള്ള പ്രധാനപ്പെട്ട ഓഹരികൾ ഏതൊക്കെയാണ്? നിരവധി സ്റ്റോക്സ് എന്റെ ഫോക്കസിൽ അറ്റ് ദ മൊമെന്റ് ഉണ്ട്. അഡാനി ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അഡാനി എനർജി ആൻഡ് അഡാനി ടോട്ടൽ ഗ്യാസ് ഡെഫിനറ്റ്ലി ഐ എം വാച്ചിങ്. ഓട്ടോ ലൈൻ ഇൻഡസ്ട്രീസ് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. പിന്നീട് അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട 3-4 സ്റ്റോക്സ്. ആദ്യത്തെ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ടാറ്റ ടെക്നോളജി. രണ്ടാമത്തെ കേരള ബേസ്ഡ് മുത്തൂറ്റ് മൈക്രോ ഫൈനാൻസ്. മൂന്നാമത്തത് കേരള ബേസ്ഡ് ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്. ആൻഡ് നാലാമത്തെ ഗാന്ധാർ ഓയിൽ റിഫൈനറി. ഈ 4 സ്റ്റോക്സും ഐ തിങ്ക് ബോട്ടം ഔട്ട് ചെയ്തു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ദീസ് സ്റ്റോക്സ് വിൽ ഗിവ് us a lot of buying opportunity. മറ്റൊരു ടേൺ റൗണ്ട് സ്റ്റോക്ക് ആയിട്ട് ഞാൻ ഇന്നലത്തെ ട്രേഡിംഗിൽ നോട്ട് ചെയ്തിരിക്കുന്നത് TVS സപ്ലൈ ചെയിൻ.
ആൻഡ് ഹെവി വെയ്റ്റ്സിൽ എൻ്റെ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് റിലയൻസ് ഇൻഡസ്ട്രി.